ഒന്നാമത് അദ്ദേഹം പറഞ്ഞു ജിന്നുകൾ ഹാദിറായ ജിന്ന് എന്ന് അദ്ദേഹം പ്രയോഗിച്ചു. ഹാദിറായ ജിന്നുണ്ടോ? ഹാദിറായ ജിന്ന് എന്ന് അദ്ദേഹം പ്രയോഗിച്ചു. നോക്കൂ, ജിന്നുകളുടെ വിധി എന്താ? ജിന്നുകൾ നമ്മളെ സംബന്ധിച്ച് വിധി എന്താ? ഹാദിറാണോ, ഹാജറാണോ, ഗായിബാണോ? നോക്കൂ, എന്റെ മുമ്പിലിരിക്കുന്ന ഇദ്ദേഹം എനിക്ക് ഹാജറാണോ, ഗായിബാണോ, മറഞ്ഞതാണോ, തെളിഞ്ഞതാണോ? ഏതാ? മറഞ്ഞതാണോ, തെളിഞ്ഞതാണോ? തെളിഞ്ഞതാണ് അല്ലേ? ഹാദിറാണ്, ഹാദിറാണ്. ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ അതെനിക്ക് ഹാദിറാണോ, ഗായിബാണോ, മറഞ്ഞതാണോ, തെളിഞ്ഞതാണോ? ഗായിബാണ്. എന്താണ്? കരയിൽ പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന ഒരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കാം, ശിർക്കുമല്ല, ഹറാമല്ല, ജായിസാണ്. എന്താ സംശയം? നമ്മുടെ സുലൈമാനെ ചോദിച്ചാൽ കേട്ടാവും. ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ആരെ അടിക്കുന്നത്? ആരെ വിളിച്ചൂടെ? ഞാനേ ചെയ്തൊരു സത്വ ഞാൻ ഉണ്ടല്ലോ. അപ്പൊ ഈ ജിന്നിനെ കണ്ടാക്കി ജിന്നത് തോന്നിയിട്ടാണോ വിളിക്കുന്നത്? അതുകൊണ്ടൊന്നും ഇത് മാറ്റി, ഈ നിലപാട് മാറ്റിമറിച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ നസ്സിന് എതിരാണത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. നിങ്ങളെ അവർ കാണുന്നു, നിങ്ങൾ അവരെ കാണാത്ത വിധത്തിൽ നിങ്ങളെ അവർ കാണുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തീർത്തു പറഞ്ഞതാണ്. ജിന്നുകളും മലക്കുകളും ഗായിബീങ്ങളാണ്, ഗായിബുകളാണ്, അദൃശ്യരാണ്, മറഞ്ഞവരാണ്. അവരുടെ വിധി അങ്ങനെയാണ്. അത് മാറ്റി. എന്നിട്ട് എന്താ? ഏത് ജിന്നിനോട് ചോദിച്ചാലും ശിർക്കല്ലാത്തത് ഹാദിറായ ജിന്ന്. ജിന്നെപ്പോഴാ ഹാദിറാവുക? നമ്മളെ സംബന്ധിച്ച് ഹാദിറിന്റെ ഹുക്കുമ് വരിക എപ്പോഴാണ്? ഇവിടെ ഒരു രോഗി, ആ രോഗിയുടെ റാഖി സംസാരിക്കുമ്പോൾ റാഖിയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ, ആ റാഖിയുടെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട്. ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട്, ആ അന്വേഷണങ്ങളിൽ ശരിക്കാവാത്തതുണ്ട്. ഞാനും സമ്മതിക്കുന്നു. റാഖിയുടെ, ഞാൻ അങ്ങനെ തന്നെ പഠിച്ചത്, റാഖിയുടെ ചോദ്യത്തിൽ ശിർക്കാവുന്നുണ്ടാവാത്തുണ്ട്. അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ, സംസാരങ്ങൾ, ആ മുഖാത്തബകളിൽ അവിടെ റാഖി ജിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരമന്വേഷണങ്ങൾ, സംസാരങ്ങൾ, ആ മുഖാത്തബകളിൽ അതിനെ ഹാദിറിന്റെ ഹുക്കുമിലാണോ നമ്മൾ കണക്കാക്കേണ്ടത്? അല്ല, മറിച്ച് ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, മൻ സഅമ അന്നഹു യറൽ ജിന്ന ഫഹുവ കാദിബുൻ. ആരെങ്കിലും ജിന്നിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കള്ളനാണ്, അവൻ കള്ളനാണ്. തുറദ്ദു ഷഹാദത്തു ഇല്ല അൻ യകൂന നബിയൻ. അവൻ നബിയല്ലെങ്കിൽ അവന്റെ സാക്ഷ്യം സ്വീകാര്യമല്ല. നബിയാണെങ്കിലോ മുഅ്ജിസത്ത് ഉണ്ടാകും. അപ്പൊ മലക്കിനെയും കാണും, ജിന്നിനെയും കാണും. നബിയല്ലാത്ത ഒരാൾ ജിന്നിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കള്ളനാണ്. അവന്റെ ഷഹാദത്ത് സാക്ഷ്യം സ്വീകരിക്കാൻ പറ്റില്ല. ഇമാം ഷാഫിഈ പറയുന്നു, കരയിൽ പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന ഒരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കാം, ശിർക്കുമല്ല, ഹറാമല്ല, ജായിസാണ്. ഹാദിറിന്റെ ഹുക്കുമിലാണ്. അതിനോട് ചോദിച്ചാലേ ശിർക്കല്ലാത്തതുള്ളൂ. ചില ജിന്നുകൾ ഹാദിറിന്റെ ഹുക്കുമില്ല, ഹാജരായവരുടെ ഹുക്കുമില്ല. അദ്ദേഹം പറയാണ്, ഇനിയോ കരയിൽ പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന ഒരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കാം, ശിർക്കുമല്ല, ഹറാമല്ല, ജായിസാണ്. എന്താ സംശയം? ആരെങ്കിലും ഈ ആയത്തിന് എതിരായിക്കൊണ്ട് ജിന്നുകളെ കാണുമെന്നോ കണ്ടു എന്നോ പറഞ്ഞാൽ അവൻ കള്ളനാണ്, അവൻ കള്ളവാദിയാണ്. കരയിൽ പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന ഒരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ജിന്ന് നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കാം, ശിർക്കുമല്ല, ഹറാമല്ല, ജായിസാണ്. എന്താ സംശയം? ഇമാം ഇബ്നു ഹസം പറഞ്ഞു, ആരെങ്കിലും ജിന്നിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ കള്ളവാദിയാണ്.